സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യ ക്ലാസ് മുറികളിലാണ് നമ്മളതിനെ ഏറ്റവും കൂടുതൽ ജാതീയമായി വേർതിരിക്കുന്നിടം വിദ്യാലയങ്ങളെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പേര് ഇപ്പൊ ഹിരൺദാസ് മുരളി പണ്ട് അങ്ങനെയല്ലോ. ഇപ്പം സണ്ണിച്ചേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഹിരൺദാസ് മുരളി ആ പേര് വേറെ ചേട്ടൻ പറയുന്നത്. അപ്പം ഹിരൺദാസ് മുരളിയുടെ പേപ്പർ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് ഒരു ബോധം ഉണ്ടാവുകയും എന്നുള്ള സമയത്ത് കുറിഞ്ഞി അല്ലെങ്കിൽ ഒരു വേറൊരു പേര് വരുന്ന ആൾക്ക് മനസ്സിനുള്ളിൽ തന്നെ ഇവൻ കുറഞ്ഞ മാർക്ക് കിട്ടാൻ യോഗ്യനാണെന്ന് പറയുന്ന ഒരു ബോധം മനസ്സിൽ വരും എന്ന് പറയാറുണ്ട്. അല്ലേ? അതൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ? പേരിൽ എനിക്ക് അങ്ങനെ അനുഭവപ്പെടേണ്ടി വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ പേരിനൊരു തമിഴ് അമ്മയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉള്ളത് കാരണം അപ്പോ പേരിൽ രക്ഷപ്പെട്ടു. ഞാൻ അതൊരു ഈഴത്തമിഴ് സ്റ്റൈലിഷ് പേരാണ് വീട്ടിലെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. ഈഴത്തമിഴ് എന്ന് പറഞ്ഞാൽ അറിയാത്ത പ്രേക്ഷകർ ശ്രീലങ്കയില് അല്ലേ? ശ്രീലങ്ക തമിഴ്നാടാണ് ഈഴത്തമിഴ്. എനിക്ക് ഇത് പറഞ്ഞ പ്രശ്നമാണോ? ശ്രീലങ്ക പറഞ്ഞോ? ശ്രീലങ്ക ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് പ്രശ്നം. ഈഴത്തമിഴ് എന്ന് പറഞ്ഞാലാണ് ചിലർക്ക് പ്രശ്നമാവുക. അത് ശ്രീലങ്കയാണെന്നാണ് പറയുന്നത്. അതല്ല എന്നുള്ളത് കൂടി പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ശ്രീലങ്കയിൽ നിന്നാണ് അമ്മയുടെ ഒരു റൂട്ട് അവിടെ ആ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും അതെന്താണ് എന്നുള്ളതാണ്. അതെങ്ങനെ ആ ഒരു ഇത് വരുന്നത്? അമ്മ ഏത് കാലത്താണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്? ലാസ്റ്റ് വാർ നടക്കുന്നതിന് മുന്നാണ് അമ്മ ഇങ്ങോട്ട് വരുന്നത്. കാരണം ജീവിക്കാൻ ഒരു സാഹചര്യം ഇല്ലല്ലോ. പുള്ളിക്കാരി ഇവിടെ വന്ന് ജോലി പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ശ്രീലങ്കയിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നമുക്ക് മാമന്മാരുടെയും പുള്ളിക്കാരി കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അത് പുറത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പൊതുവായിട്ട് അത് പറയാം. ഈ പട്ടികജാതി പട്ടികവർഗ ആദിവാസി കോളനികളിൽ വരുന്ന പിള്ളേർക്ക് ഒരു ഒറ്റ വീട്ടിൽ പഠനമുറിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയുടെ അത്ര സംവിധാനങ്ങൾ ഉണ്ടാവില്ല. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ DNA യിലില്ല. ഇത് നമ്മുടെ DNA യില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്, അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ DNA യിലേ ഇല്ല. അതായത് പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി അയാളൊരു അധസ്ഥിത സമൂഹത്തിൽ നിന്ന് വന്നാൽ അത് ആ കുട്ടിയുടെ മാത്രം കുഴപ്പമല്ല. ഈ സിസ്റ്റം കാണുന്നത് ആ കുട്ടിയെ അടിച്ചു പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിലാണ്. ഇത് ആ കുട്ടിക്ക് അറിയില്ല. കുട്ടിയുടെ അപ്പനോ അമ്മയോ അവന്റെ അച്ചാച്ചനോ അമ്മാമയോ ആരും വിദ്യാലയങ്ങളിൽ പോയിട്ടില്ല. ആരും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇത് നമ്മുടെ DNA എങ്കിലും വേണ്ട. ഒരു ശതമാനമെങ്കിലും നമുക്കൊരു അടഞ്ഞ കുടിസുമുറിക്കകത്തിരുന്ന് കുറെ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന് പഠിക്കാനുള്ള ആ ഒരു അറിവുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല.